നമസ്കാരം. ഇലക്ഷൻ 2026 കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ള പല മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയിരുന്നു. തിരുവനന്തപുരം മുതൽ ഏകദേശം കോട്ടയം വരെയുള്ള അല്ലെങ്കിൽ ഇടുക്കി വരെയുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇനി ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത് എറണാകുളം നിയോജക മണ്ഡലത്തിലേക്കാണ്. എറണാകുളം നിയോജക മണ്ഡലം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അവിടുത്തെ ഒരു സാധ്യതകൾ എന്താണ്, ഈ വി.ഡി. സതീശൻ പറയുന്ന പോലെ 14 സീറ്റുകളും ആ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊപ്പം സാദിഖ് സാർ കൂടി ചേരുകയാണ്. സാദിഖ് സാർ, സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു. എറണാകുളം ജില്ലയുടെ ഒരു സാധ്യത എന്താണ്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എറണാകുളം ജില്ലയെ? എറണാകുളം ജില്ല എന്നും കോൺഗ്രസിന്റെ അടിയുറച്ച ഒരു കോട്ടയായ ജില്ലയാണ്. ഈ കഴിഞ്ഞ 41 സീറ്റുകൾ മാത്രം ലഭിച്ചപ്പോൾ പോലും അവിടെ നിന്നും 14-ൽ 9 സീറ്റുകൾ UDF-ന് കിട്ടിയ ഒരു ജില്ലയാണ്. അതുകൊണ്ട് ഏറ്റവും മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജില്ല ഏത് എന്ന് ചോദിച്ചാൽ വടക്കൻ ജില്ലയിൽ വടക്കൻ മേഖലകളിൽ മലപ്പുറമെങ്കിൽ തെക്കൻ മലപ്പുറമാണ് എറണാകുളം എന്ന് പറയാവുന്ന സ്ഥിതിയിലാണ്. അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെതുൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നമ്മൾക്ക് 14-ിടത്തേക്കും കൂടി വേഗത്തിൽ ഒരു നിരീക്ഷണം നടത്തിയാൽ പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. പെരുമ്പാവൂർ നിലവിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന് പകരം കോൺഗ്രസ് നിർത്തുന്നത് മനോജ് മുത്തേടൻ എന്ന വ്യക്തിയാണ്. അത് UDF-ന്റെ ഉറച്ച കോട്ടയായതുകൊണ്ട് ഒരു തർക്കവുമില്ല, അത് UDF-ന് തന്നെയാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തും. BJP-ക്ക് പകരം 2020 അവിടെ മത്സരിക്കുന്നത്. രണ്ടാമത്തേത് അങ്കമാലിയാണ്. അങ്കമാലിയിലെ റോജി എം ജോൺ ആ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ദേശീയ തലത്തിലേക്കോ സംസ്ഥാന തലത്തിലേക്കോ ഒന്നും പോകാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനകീയനായ MLA ആണ് റോജി എം ജോൺ. അദ്ദേഹത്തിന് ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെ കൃത്യമായിട്ടുണ്ട്. അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്കമാലിയും UDF-നാണ്. മൂന്നാമത്തേത് ആലുവ. തുടർച്ചയായി ജയിച്ചു, അൻവർ സാദത്ത് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ ഒറ്റ MP ആയ ആരിഫ് കനൽ തരിയെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എങ്കിലും അവിടെ അൻവർ സാദത്തിന്റെ ജനപിന്തുണ അത് അട്ടിമറിക്കാൻ കഴിയില്ല. മാത്രമല്ല ആരിഫ് ആ ജില്ലക്കാരനുമല്ല. അപ്പോൾ ഒരെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഗവൺമെന്റിന്റെ ആന്റി ഇൻകുമൻസി എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അൻവർ സാദത്തും UDF-ന്റെ സീറ്റ് നിലനിർത്തുക തന്നെ ചെയ്യും. അടുത്തതാണ് പ്രധാനപ്പെട്ട കളമശ്ശേരി. നമ്മുടെ മന്ത്രിയും വ്യവസായ മന്ത്രിയുടെ ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. അന്തിമമായി നമ്മൾക്ക് ഫോട്ടോ ഫിനിഷിൽ എങ്ങനെ പോകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. നമ്മളുടെ കളമശ്ശേരി മണ്ഡലത്തിൽ നമ്മളുടെ പാലാരിവട്ടം പാലം, അതിന് ചരിത്ര ലോക അവസാനം വരെ കേരളത്തിൽ ആ പാലവും ആ പേരും അങ്ങനെ നിൽക്കും. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വളരെ വേഗത്തിൽ പിടികിട്ടിയില്ലേ. ആ പാലം ഇപ്പോഴും സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ട്. മറിച്ച് NH-66 തട്ടടിച്ച് കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പ് മൂടോടങ്ങ് പോവുകയാണ്. അപ്പോ ഇത് കെട്ടിച്ചമച്ച ഒരു വിഷയമാണെന്ന് നമ്മൾക്ക് ബോധ്യം വന്നു. മാത്രമല്ല, ഇബ്രാഹിം കുഞ്ഞെന്ന മന്ത്രിയെ ജയിലിൽ കയറ്റാൻ വരെ ശ്രമിച്ചു. അന്ന് G. സുധാകരൻ PWD മന്ത്രി പറഞ്ഞു ആ വിഷയത്തിൽ ആ മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥമില്ല. അവിടെ തുടങ്ങി ആരംഭിച്ചത് G. സുധാകരൻ എന്ന മഹാമേരുവിനെ CPM-ന് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയും വന്നു. നോക്കൂ, ഈ ദൈവത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളുമായിട്ട് പോയാൽ വലിയ നഷ്ടം സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. അതുകൊണ്ട് കളമശ്ശേരി ഇത്തവണ അത് ലീഗിന്റെ നേട്ടമോ ആ സ്ഥാനാർത്ഥി അബ്ദുൽ ഗഫൂറിന്റെ നേട്ടമോ ഒന്നുമല്ല, ഈ വിഷയങ്ങളാണ്. ആന്റി ഇൻകംബൻസിയും ഈ പാലാരിവട്ടം പാലവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇബ്രാഹിമിന്റെ മരണമൊക്കെ അവിടെ 3 മരണങ്ങളാണ് അവിടെ ഒന്നിച്ചു വരുന്നത്. നമ്മളുടെ ഉമ്മൻചാണ്ടി, KM മാണി, ഇബ്രാഹിം കുഞ്ഞ്. ആ ഗവൺമെന്റിലെ ഏറ്റവും 3 നല്ല മന്ത്രിമാരെ അകാല ചരമത്തിലേക്ക് വിട്ട വിഷയമെല്ലാം ചർച്ചയാകും. അതുകൊണ്ട് കളമശ്ശേരി രാജീവിനെ തോൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, മന്ത്രിമാര് 10-13 പേര് പരാജയപ്പെടുമെന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ പേര് ഉണ്ടെന്നുമാണ് അറിവ്. അടുത്തത് പരവൂർ. അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എത്രയോ വർഷങ്ങളായി, 25 വർഷമായി അവിടുത്തെ MLA ആണ്. ജയിച്ചാൽ മുഖ്യമന്ത്രിയും കൂടിയാണ്.
ആ പുനർജനി ഒക്കെ എന്തുമാത്രം ഇപ്പോൾ ചർച്ചയാവുന്നു അതെല്ലാം കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നിസ്സംശയം ഉറപ്പുവരുത്തും. ഇത്തവണ വേറൊരു ചർച്ചയുണ്ടായിരുന്നു, അത് തിരിച്ചു പിടിക്കാൻ CPIയിൽ നിന്നും CPM ആ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നൊക്കെ. ഒന്നും സംഭവിച്ചില്ല. ടൈസനാണ് അദ്ദേഹത്തെ എതിർക്കുന്നത്. അവിടെ ഉറപ്പായ ആദ്യത്തെ സീറ്റ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ 5 സീറ്റുകളും UDF-ന് തന്നെയാണ്. ഇനിയാണ് വൈപ്പിൻ, ചരിത്ര പ്രസിദ്ധമായ വൈപ്പിൻ. അതെ, ആ വൈപ്പിനില് ഇത്തവണ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് പല കാരണങ്ങളാലും. ആ മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പഴയ മേയറാണ് ടോമി ചമ്മണി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആ ഒരു വലിയ അനുഭവവും പിന്തുണയും എല്ലാം ഈ രാഷ്ട്രീയ സാഹചര്യത്തിനോടൊപ്പം കൂട്ടിച്ചേർന്നാൽ അതും കിട്ടും എന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. പഴയ നമ്മുടെ ശർമ്മയുടെ ഒക്കെ മണ്ഡലമാണത്. അതെ, ശർമ്മയുടെ പഴയ വൈദ്യുതി മന്ത്രിയായിരുന്ന ശർമ്മയുടെ ഒക്കെ മണ്ഡലമാണ്. പക്ഷെ ആ ശർമ്മയുടെ ഒക്കെ അപ്രമാദിത്വമൊക്കെ കഴിഞ്ഞുപോയി. അതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്തേക്ക് പോകാം. അടുത്തത് കൊച്ചി നിയോജകമണ്ഡലം. കൊച്ചി ഇപ്പോൾ LDF-ന്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റാണ്. ചെറിയ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട. ഒരുപാട് ഘടകങ്ങൾ അത് നെഗറ്റീവായിട്ട് അന്നുണ്ടായിരുന്നു. പക്ഷെ ആ കൊച്ചി ഇത്തവണ വലിയ മത്സരമാണ്. കാരണം അവിടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അതിനകത്ത് ഒരു ചെറിയ തർക്കമൊക്കെ ഉണ്ടായിരുന്നാണ് ദീപ്തി മേരി വർഗീസുമായിട്ട് ബന്ധപ്പെട്ട. കോൺഗ്രസിനകത്ത് ഒരു സീറ്റിൽ തർക്കം ഉണ്ടായില്ല എന്ന് പറഞ്ഞാലാണ് അത് വാർത്ത. തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. ഈ കടലിൽ ഓളമുണ്ടെന്നും കരയിൽ മോഹമുണ്ടെന്നും പറയുന്ന കണക്ക് കോൺഗ്രസിനകത്ത് തർക്കവും ഇത് മൂന്നും ലോകാവസാനം വരെ ഉണ്ടാകും. അതുകൊണ്ട് ഷിയാസ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. മാക്സി സിറ്റിംഗ് MLA ഒക്കെയാണ്. വ്യക്തിപരമായി വലിയ എതിർപ്പൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ മറ്റു ഘടകങ്ങളൊക്കെ ഈ ഇദ്ദേഹത്തിന് അനുകൂലമാണ്, മുഹമ്മദ് ഷിയാസിന്. അങ്ങനെ ആ സീറ്റും കിട്ടും. അടുത്ത തൃപ്പൂണിത്തുറ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയാവുന്ന ഒരു മണ്ഡലമാണ്. അതായത് എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ പാർലമെന്ററി മത്സരം അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒറ്റ സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ബാറ് ഗോഡയിൽ അദ്ദേഹത്തിന്റെ പേര് വലിച്ചടച്ച് കുടുംബജീവിതവും എല്ലാം പോയി. അദ്ദേഹം തകർന്നുപോയി. അതിൽ നിന്നൊരു തിരിച്ചുവരവ് വേണമായിരുന്നു. സ്വരാജിനെയാണ് തകർത്തത്. ആ സ്വരാജിനെ തകർത്ത് അദ്ദേഹം തിരിച്ചു പിടിച്ചു. അദ്ദേഹം വിട്ടു, സ്വരാജും വിട്ടു. അതാണ് അവിടുത്തെ ഒരു വലിയ പ്രത്യേകത. ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ആളെന്നുള്ള നിലയിൽ വേണം. അവിടെ രണ്ടും പുതുമുഖങ്ങളായിട്ടാണ് വരുന്നത്. ആ തൃപ്പൂണിത്തുറ തീർച്ചയായിട്ടും നിലനിർത്താനാണ് സാധ്യത. ആകെ BJPക്ക് ഒരു സ്റ്റാർ വാല്യൂ എന്നുള്ള നിലയിൽ പറയാവുന്ന ഒരു സെലിബ്രിറ്റി അഞ്ജലി നായരാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് ആ ഒരു മണ്ഡലം ശ്രദ്ധിക്കുന്നു. ഇന്ത്യയുടെ നമ്മുടെ ഈ 2020 സ്ഥാനാർത്ഥിയല്ലേ അഞ്ജലി നായർ? അവരുടെ ഘടകകക്ഷി 2020 ഏതാണ്ട് 9-10 സീറ്റ്, 14-ൽ 10 സീറ്റോളവും 2020ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് മറ്റു പല ധാരണകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും അതുപോലെ ആ അട്ടിമറികളൊക്കെ ചിലപ്പോൾ തൃപ്പൂണിത്തുറയിൽ നടന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. ഏതാ ഈ 2020 ആയിട്ടുള്ള ആ ഒരു ഡീലൊക്കെ പറയുന്നുണ്ടല്ലോ, സതീശൻ പറയുന്ന ഡീലുകളൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? ആ ഡീലുകള് CPM-നെ സഹായിക്കാനുള്ള ഡീലാണ്. അതായത് BJPക്ക് ആരും ജയിക്കാതിരിക്കുകയും 2020യുടെ ഒരാൾ ജയിക്കുകയും ചെയ്താൽ രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും. പോകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും മോഡിയും അമിത്ഷായും കൂടെ വനവാസത്തിന് അയക്കും. അതുകൊണ്ട് 2020യുടെ ഒരു സ്ഥാനാർത്ഥിയെയും ജയിക്കാനുള്ള സാഹചര്യം, അതിനുള്ള ഒരു സാധ്യതകളൊന്നും കാണുന്നില്ല. എന്തായാലും തൃപ്പൂണിത്തുറയിൽ അത്തരത്തിലൊരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ LDF ഫൈറ്റ് ആണ്. പിന്നെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനും ആള് കൂടുകയൊക്കെ ചെയ്യുമായിരിക്കും. അത് വോട്ടായി മാറുന്നത് ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി ആര് വന്നാലും ബാര നിർത്തിയാലും അങ്ങനെ സാധ്യത ഉള്ളതാണ്. അതെ, അത് സെലിബ്രിറ്റി മാത്രമല്ല, പണ്ട് നായനാര് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഈ കൂടെ നിൽക്കുന്ന ആളുകളെ കണ്ടോണ്ടൊന്നും നമ്മൾ ജയിക്കുമെന്ന് വിചാരിക്കണ്ട, അതെന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നതാ. തീർച്ചയായും. ഇനിയിപ്പോ നമ്മൾ എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ TJ വിനോദാണ് ഇപ്പോഴത്തെ അവിടുത്തെ MLA. ഒരു ആക്ഷേപമോ വ്യക്തിപരമായിട്ടുള്ള ഒന്നും തന്നെ എതിരായിട്ടില്ല. അദ്ദേഹം അവിടെ വീണ്ടും ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും കണക്കുകൂട്ടലുകൾ. അടുത്ത തൃക്കാക്കര, അതും ഈ പറഞ്ഞതുപോലെ PT തോമസിന്റെ മരണത്തോടെ ഉമാ തോമസിനെതിരെ വന്ന പല ആക്ഷേപങ്ങളും ഒക്കെ CPM-ന് തിരിച്ചടിയായിട്ടുണ്ട്. അത് നിലനിർത്താൻ തന്നെയാണ് സാധ്യത. അവിടെയും ഈ പറഞ്ഞ കണക്ക് ഒരു സെലിബ്രിറ്റി അഖിൽ മാരാർ
കുറച്ച് വോട്ട് പിടിക്കാം അതൊന്നും എന്നല്ലാതെ ഈ അവിടെ സാധ്യതകളെ ഒരു ഒന്നും തരംഗവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ അഖിൽമാരൊന്നും പൊളിറ്റിക്കലി അങ്ങനെ ഒരു സംവിധാനത്തിൽ കീഴിൽ വരുന്നവരൊന്നുമില്ല. അവരൊക്കെ ഈ ആശയപരമായിട്ടല്ലല്ലോ വരുന്നത്. അവരൊക്കെ ഈ സോഷ്യൽ അവസരപരമായിട്ട് മീഡിയ അവസരവാദികളായിട്ടുള്ള സമീപനമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരാരും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുടെ പേരിലോ നിലപാടുകളുടെ പേരിലോ ഒന്നും വരുന്നവരല്ല. ആദ്യം കോൺഗ്രസും പിന്നെ കമ്മ്യൂണിസ്റ്റും പിന്നെ BJP ഒക്കെ ആയി മാറി അവസാനം NDA-യിലേക്ക് എത്തി ഒരു സ്ഥാനാർത്ഥിത്വം ഒപ്പിച്ചെടുത്ത് നിൽക്കുന്ന ഒരാൾ ഒരു വ്യക്തി എന്നതിനപ്പുറം ഒന്നും അഖിൽമാരെ കുറിച്ചൊന്നും അതിനകത്ത് വലിയ സാധ്യത കൽപ്പിക്കാനില്ല. അതുകൊണ്ട് അവിടുത്തെ മത്സരവും ഈ പറഞ്ഞ പോലെ തൃക്കാക്കരയിലും ഡയറക്റ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. ആ ഡയറക്റ്റ് ഫൈറ്റ് എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇവര് ഉമാ തോമസും ഒപ്പം തന്നെ LDF-ന്റെ സാരഥിയും അതെ അവർ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. അവിടെ ഒന്നും ഈ 2020 ഒന്നും ചെയ്യാനില്ല. അതെ. അടുത്ത കുന്നത്ത് നാട് ഒരു പക്ഷേ ഇത്തവണ എറണാകുളത്ത് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി മാറും. കുന്നത്ത് നാട് മാറും. പേരുകൾ കൊണ്ടുപോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ശ്രീനിജനും അതുപോലെ തന്നെ സജീന്ദ്രനുമാണ് തന്നെയാണ്. രണ്ടുപേരും പണ്ട് ഒരു പാർട്ടിക്കാരായിരുന്നു, ഇപ്പൊ രണ്ട് പാർട്ടിയാണെന്നേ ഉള്ളൂ. ഒരു നേരിയ ഒരു മുൻതൂക്കം ഇത്തവണ സജീന്ദ്രന് ലഭിച്ചേക്കാം എന്നുള്ള ഒരു ഇതാണ്. തീർത്തും ഉറപ്പ് പറയുന്നില്ല, പക്ഷെ ഒരു സാധ്യത. അടുത്ത പിറവം, അത് നമ്മുടെ TM ജേക്കബ് എന്ന് പറയുന്ന മഹാമേരുവിന്റെ മകൻ അനൂപ് ജേക്കബ്. ആ ജേക്കബിന് തന്നെയാണ് സാധ്യത. മൂവാറ്റുപുഴ മാത്യു കുഴൽനാടൻ. ഒരു പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ കാര്യവുമായിട്ടൊക്കെ വന്ന് ശ്രദ്ധേയനായ വ്യക്തിയാണ്. അത് CPI ആണ് എതിർ സ്ഥാനാർത്ഥി. അവിടെയും മൂവാറ്റുപുഴ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒറ്റ സീറ്റൂടെ ഉള്ളു, കോതമംഗലം. അവിടെ LDF-ന്റെ ആന്റണി ജോണും UDF-ന്റെ കേരള കോൺഗ്രസിന്റെ ഷിബുവും തമ്മിലാണ് മത്സരം. CPM-ന് കിട്ടാൻ സാധ്യത ഉള്ളതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് ഞാൻ അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി പറയുന്ന പോലെ 13 സീറ്റുകളിലും 13-1 എന്നുള്ള 13-1 എന്ന് പറയപ്പെടുന്ന തരത്തിലാണ് താങ്കൾ അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിൽ ഞാനൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന പോലെ പെരുമ്പാവൂരും അങ്കമാലിയും ആലുവയും കളമശ്ശേരിയും പരവൂരും വൈപ്പിനും കൊച്ചിനും തൃപ്പൂണിത്തുറയും എറണാകുളം തൃക്കാക്കരയും കുന്നത്താടും പിറവും മൂവാറ്റുപുഴയും കോതമംഗലവും അടങ്ങുന്ന എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മലപ്പുറം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട് 16 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ പിടിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് 14 നിയോജക മണ്ഡലങ്ങളിൽ എറണാകുളത്ത് ഞങ്ങൾ പിടിക്കും. അങ്ങനെ 30 സീറ്റ് 2 ജില്ലകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രത്യേകതയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ 13-1 ആണെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ചില ജില്ലകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ കോതമംഗലം നമുക്ക് മാറ്റിവെക്കാം. അതുപോലെ ഈ പറയുന്ന കുന്നത്ത് നാടിന്റെ വിഷയം, അവിടെയും ചെറിയ വിഷയങ്ങളുള്ളതാണ്, അതും മാറ്റിവെക്കേണ്ടി വരും. പിന്നെ ഒന്ന് മാക്സി മത്സരിക്കുന്ന കൊച്ചിയാണ്. കൊച്ചിയിലും ചെറിയ പ്രശ്നങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം. കളമശ്ശേരിയിലും അട്ടിമറി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചില സാധ്യതകൾ, ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില വിഷയങ്ങൾ അവിടെ പ്രതിഫലിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11-3 എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDF-ന് ഒരു 3 സീറ്റും 11 സീറ്റുകൾ ചിലപ്പോൾ UDF-ഉം ജയിച്ചു കയറാവുന്ന ഒരു ഡിസ്ട്രിക്ട്, ഒരു ജില്ലയാണ് എറണാകുളം എന്ന് പറയപ്പെടുന്നത്. 2 സീറ്റിന്റെ വ്യത്യാസം, അതെ, നമ്മൾ 2 സീറ്റിന്റെ വ്യത്യാസമാണ് ഇതിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഇതിനകത്ത് ഈ കുന്നത്തുനാടും പിന്നെ കളമശ്ശേരിയും കൊച്ചിയും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കൊച്ചിയോടെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10-4 എന്ന് പറയപ്പെടുന്നത്, അതെ 10-4 എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടും എന്ന് പറയുമ്പോൾ കോതമംഗലം ഓൾറെഡി ഉണ്ട്. അങ്ങനെ വരുമ്പോ ഇപ്പൊ 9 ഉണ്ട്. ഒരു സീറ്റും കൂടെ അധികം കിട്ടും, ഒരു സീറ്റ് കൂടെ ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ല സതീശൻ പറഞ്ഞ പോലെ 14 കിട്ടുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞ പോലെ 13 ലഭിക്കുകയാണെങ്കിലും അത് UDF-ന്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അവരുടെ പരിശ്രമ ഫലമായിട്ട് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കാം. ഇതാണ് എറണാകുളത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ജില്ലയിലേക്ക് ഇറങ്ങാം.